Arrivals Men Apparels near Town Square, Vandoor. നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പിണറായി വിജയനെ ജയിലിലിടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ കൂടെ നിൽക്കുമോ അതോ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വണ്ടൂരിൽ ചോദിച്ചു. മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ കൊടി കൂടി ഉപേക്ഷിച്ചതെന്നും 400-ലധികം സീറ്റിൽ നരേന്ദ്രമോദിയും ബിജെപിയും വിജയിക്കുമെന്നും അദ്ദേഹം വണ്ടൂരിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. यहाँ में वो कम से कम साल का 2 महीना यहाँ रहता है. രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആണ്. അദ്ദേഹത്തെ ഇവിടെ കാണാറുണ്ടോ? അദ്ദേഹം വർഷത്തിൽ 2 മാസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാറുണ്ടോ? आप लोग क्या उनको मिल सकता है? നിങ്ങൾ അദ്ദേഹത്തെ കാണാറുണ്ടോ? क्या मिल सकता है आप लोग उनको? കാണാറുണ്ടോ? क्या आप लोग उनको मोबाइल फोन से बात कर सकते हैं? നിങ്ങൾക്ക് അദ്ദേഹവുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? कभी वो आप लोगों को दिल्ली में बुलाता है खाना खाने के लिए? അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ആരെങ്കിലും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? तो उनको आप क्यों वोट देते हो? പിന്നെ എന്തിനു നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം? तो राहुल गांधी यहाँ MP नहीं है, यहाँ वो टूरिस्ट है. टूरिस्ट हिसाब से वो आते हैं और टूरिस्ट हिसाब से वो चले जाते हैं. രാഹുൽ ഗാന്ധി ഇവിടുത്തെ പാർലമെന്റ് അംഗമല്ല. അദ്ദേഹം ഇവിടെ ഒരു വിനോദസഞ്ചാരിയാണ്. ഒരു വിനോദസഞ്ചാരിയായി വരുന്നു, വിനോദസഞ്ചാരിയായി പോകുന്നു. एक पार्टी के लिए अपना फ्लैग मां जैसा होता है. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പതാക സ്വന്തം അമ്മയെ പോലെയാണ്. अभी राहुल गांधी का नॉमिनेशन हुआ, मुस्लिम लीग ने उनको धमकी दे दिया कि यार जाना है तो मेरा फ्लैग लेके जाना है. राहुल ने बोला भाई कांग्रेस का फ्लैग भी नहीं, तुम्हारा फ्लैग भी नहीं, हम लोग अकेला बिना फ्लैग को ही नामांकन देने जाऊंगा. ഇവിടെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നു. അപ്പോൾ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊടി പിടിക്കണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങളും കൊടി പിടിക്കുന്നില്ല, നിങ്ങളും കൊടി പിടിക്കണ്ട, കൊടിയില്ലാതെ നമുക്ക് പോയി നാമനിർദ്ദേശം കൊടുക്കാമെന്ന്. आप लोग बोलिए क्या इंडियन मुस्लिम लीग नरेंद्र मोदी को धमकी दे सकता है? നിങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നരേന്ദ്രമോദിജിയെ ഭീഷണിപ്പെടുത്തുമോ? क्या सकता है? धमकी दे सकता है? अरे मोदी जी को छोड़िए, अगर असम में इंडियन मुस्लिम लीग मुझे धमकी देता है, मैं उनको जिन्ना का साथ पाकिस्तान भेज दूंगा. सीधा बात. എങ്ങാനും നരേന്ദ്രമോദി പോകട്ടെ, അവർ ആസാമിൽ ഉണ്ടെങ്കിൽ എനിക്കെങ്ങാൻ ഭീഷണി അവർ മുഴക്കിയിരുന്നെങ്കിൽ അവരെ ഞാൻ ജിന്നയുടെ പിന്നാലെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. आज केरला में राहुल गांधी ने तुष्टीकरण का राजनीति किया, अपना फ्लैग भी इस्तेमाल नहीं किया. 2 दिन का बाद होगा इंडियन मुस्लिम लीग कांग्रेस को बोलेगा
तुम्हारा नाम बदल दो और नाम भी राहुल गांधी से पप्पू गांधी कर देगा. ഇന്നലകളിൽ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് സ്വന്തം പതാക ഉപേക്ഷിച്ചു. നാളെ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ആ രാഹുൽ ഗാന്ധിന്റെ പേര് മാറ്റി പപ്പു ഗാന്ധി എന്നിട് എന്ന് മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തും. ये लोग वोट के लिए इतना नीचे जा सकता है. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 3 മണിയോടെയാണ് വണ്ടൂരിലെത്തിയത്. വണ്ടൂർ VMC മൈതാനത്ത് ഹെലികോപ്റ്ററിലിറങ്ങിയ അദ്ദേഹം 4 മണിയോടെ പള്ളിക്കുന്നിൽ നിന്നും തുടക്കമായ റോഡ് ഷോയിൽ പങ്കെടുത്തു. സി അനന്തപത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. നിലമ്പൂർ റോഡിലെ പള്ളിക്കുളം വരെ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ ശിങ്കാരിമേളം, തമ്പോലം, പൂക്കാവടി മുതലായവ ആകർഷകങ്ങളായി. ഘോഷയാത്രയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.